ജോസ് പെല്ലിശ്ശേരിയുടെ ഫ്രെയിമുകളിലേക്ക് മോഹൻലാൽ ആദ്യമായി എത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയാണ് മലൈക്കോട്ടെ വാലിബനായുള്ള ആരാധകരുടെ കാത്തിരിപ്പിന് പിന്നിൽ ഏറ്റവും കൂടുതലുള്ളത്. ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും വമ്പൻ സ്വീകാര്യത സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ചിത്രത്തിലെ ഗാനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിലൊക്കെയും നടക്കുന്നത്. നിരവധി ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം റിലീസിനെത്തി നിമിഷ നേരം കൊണ്ട് തന്നെ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഈ ഗാനം പുറത്തു വന്നതു മുതൽ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നായിക ആരാണ് എന്നും പ്രേക്ഷകർ അന്വേഷിച്ചിരുന്നു. ഗൂഗിളിലും യൂട്യൂബിലുമായി നിരവധി ആളുകളാണ് ഈ നായികയെ തിരഞ്ഞെത്തുന്നത്. ബംഗാളി നടിയും മോഡലുമായ കഥാനന്ദിയാണ് ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട സുന്ദരി. കൊൽക്കത്തക്കാരിയാണ് കഥാനന്ദി. ഷോർട്ട് ഫിലിമുകളിലും സീരീസുകളിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള കഥ മോഡലിംഗ് രംഗത്തും മിന്നും താരമാണ്. പിശാച് കഹീനി ദി സ്റ്റോറി ഓഫ് എ വാമ്പയർ എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിലൂടെ കഥാനന്ദി മുൻപും ശ്രദ്ധ നേടിയിട്ടുണ്ട്. 2020 അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. കഥയുടെ ഫോട്ടോഷൂട്ടുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടാറുണ്ട്. തലേക്കൂത്തൽ എന്ന ചിത്രമാണ് കഥാനന്ദിയുടേതായി ഒടുവിൽ റിലീസായ ചിത്രം. കഥയുടെ ആദ്യ തമിഴ് ചിത്രം കൂടിയാണിത്. മലൈക്കോട്ടെ വാലിബൻ ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് തോന്നുന്നത് എന്നും അങ്കമാലി ഡയറീസ് മുതൽ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആരാധകയാണ് താനെന്നും കഥാനന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആക്ഷൻ സീക്വൻസുകളും ട്വിസ്റ്റുകളും മലൈക്കോട്ടെ വാലിബനിലുണ്ട് എന്ന സൂചനയും കഥാനന്ദി തന്നെ മുൻപ് പുറത്തുവിട്ടിരുന്നു. വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് ചിത്രത്തിലേതെന്നും സിനിമയിലെ കാലഘട്ടത്തിലെ ഭാഷാ ശൈലിയും പെരുമാറ്റ രീതികളുമൊക്കെ വളരെ വ്യത്യസ്തമാണെന്നും അവ താൻ പഠിച്ചെടുത്തിരുന്നുവെന്നും കഥാനന്ദി പറഞ്ഞിരുന്നു. മോഹൻലാലിനെ ആദ്യമായി കണ്ട നിമിഷത്തെക്കുറിച്ചും മുൻപ് കഥാനന്ദി ആവേശത്തോടെ പറഞ്ഞിട്ടുണ്ട്. മറക്കാനാവാത്ത ഒരു നിമിഷമാണതെന്നും മോഹൻലാലിന്റെ വിനയത്തോടെയുള്ള പെരുമാറ്റം ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്നും കഥ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരെയും പെട്ടെന്ന് കംഫർട്ടബിൾ ആക്കുന്ന രീതിയാണ് മോഹൻലാലിനുള്ളതെന്നും ആദ്യം തനിക്ക് നല്ല പേടിയുണ്ടായിരുന്നുവെന്നും കഥ പറയുന്നുണ്ട്. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ആരാധകർ നൽകുന്ന പ്രതീക്ഷയും ഏറെയാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ രാജസ്ഥാനായിരുന്നു. കാസ്റ്റിംഗിനെ കുറിച്ച് നിർമ്മാതാക്കളിൽ നിന്നോ പെല്ലിശ്ശേരിയിൽ നിന്നോ വലിയ അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ലെങ്കിലും ചിത്രത്തിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളിൽ പലരും തങ്ങൾ ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. കഥയെ കൂടാതെ മറാഠി നടിയായ സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഹരിപ്രശാന്ത് വർമ്മ, മണികണ്ഠനാചാരി, സുചിത്ര നായർ, മനോജ് മോസസ് തുടങ്ങിയവരൊക്കെ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്.